ഉപ്പിട്ട് ചായ ഉണ്ടാക്കി. അപ്പോൾ അതെങ്ങനെയാണ്, അത് പിരിഞ്ഞു പോവുക, അതിനകത്ത് പാലൊഴിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയണ്ടേ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്നറിയാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാടമ ഒരു 4 എടുക്കുന്നുണ്ട്, അതുപോലെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള സിനമൺ എടുക്കുന്നുണ്ട്, ക്ലോവ് എടുക്കുന്നുണ്ട്, 5-6 ക്ലോവ് എടുക്കുന്നുണ്ട്, സ്റ്റാർ അനീസ് എടുക്കുന്നുണ്ട്, ചെറുതായതുകൊണ്ട് ഒരു 2 ഏതലൂടെ കൂടുതൽ എടുക്കുന്നുണ്ട്, പിന്നെ ഒരു 5-6 കുരുമുളകൂടെ എടുക്കുന്നുണ്ട്, ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്യാനായിട്ട് സ്ലൈസ് ചെയ്ത് പിസ്തയും ആൽമണ്ടും എടുക്കുന്നുണ്ട്. പിന്നീട് ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സ്പൈസസ് എല്ലാം ഇട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട്. എന്നിട്ട് അത് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോഴേ ഇടയ്ക്ക് ഒരു തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് കൊടുത്തില്ല, ഈ സമയത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എടുത്തേക്കുന്നത് 2 കപ്പ് വെള്ളം. അത് തിളച്ച് അത് പറ്റി ഒന്ന് 1 കപ്പോളം ആകണം. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം എടുക്കുന്ന ഇതാണ്. അപ്പോഴേ നമ്മൾ വെച്ചിരുന്ന വെള്ളം തിളച്ച് അത് പറ്റി 1 കപ്പോളം ആയിട്ടുണ്ട്. ആ സമയത്ത് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇടുന്ന സമയത്ത് ഗ്യാസ് സിമ്മിലോട്ട് ആക്കണം. അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇടുമ്പോൾ അത് തിളച്ച് അത് പൊങ്ങി അത് പാത്രത്തിൽ നിന്ന് തൂകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്യാസ് സിമ്മിലോട്ട് ആക്കിയിട്ടാണ് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പിടുന്നുണ്ട്. ഇനിയും ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് ഈ ഉപ്പിടുന്നത് കുറച്ചിട്ടാൽ മതി, ഇത്രയും വേണ്ട, ഒരു നുള്ള് ഉപ്പിട്ടാൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ബേക്കിംഗ് സോഡയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനെ എയറേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇളക്കുക. എന്നിട്ട് ആ സമയത്തൊക്കെ നമ്മുടെ ചായ ആണ് ഒരു പിങ്ക് കളറിലോട്ട് വരും. ഇനിയും കളർ ഒന്നുകൂടെ വേണം, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഒന്നുകൂടെ പറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാനപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ പറ്റിച്ചെടുക്കുന്നുണ്ട്. ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ വിചാരിക്കും ഒരു മസാല ചായയുടെ ഫ്ലേവർ ആയിരിക്കും, പക്ഷേ തെറ്റിപ്പോയി. അങ്ങനെ ഒരു ഫ്ലേവർ അല്ല വരുന്നത്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം. നോക്കിയിട്ട് അഭിപ്രായം പറയണം. ആ തണുത്ത വെള്ളമോടെ ആഡ് ചെയ്ത് അതുകൂടെ ഒന്ന് പറ്റി വരുന്നിടം വരെ ഇതുപോലെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു അരിപ്പ വഴി അത് അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫേമസ് കാശ്മീരി പിങ്ക് ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പാലൊഴിക്കുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. എന്നിട്ടത് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്.
ഇത് കാശ്മീരിലെ ഫേമസ് പിങ്ക് ടീ ആണ്. അപ്പോൾ അവിടെ അവർ ഉണ്ടാക്കുന്ന സമയത്ത് അവർ സാധാരണ ഷുഗർ ഉപയോഗിക്കാറില്ല. പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കോൺസെൻട്രേറ്റഡുള്ള പിങ്ക് ടീ നമുക്ക് വേണ്ടിയ കളറിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണ് കോൺസെൻട്രേറ്റഡ് പിങ്ക് ടീ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഗ്യാസ് ഓഫാക്കി ചെയ്യുന്നുണ്ട്. ഇത് കാശ്മീരിൽ അവിടെ സ്പെഷ്യലായിട്ടുള്ള ഒക്കേഷനിൽ വിൻ്റർ സമയത്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള ടൈമിലാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ സ്ലൈസാക്കി വെച്ചേക്കുന്ന പിസ്തയും ആൽമണ്ടും ഇട്ട് ഗാർണിഷ് ചെയ്യാം. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പിങ്ക് ടീ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് വേണമെന്നുള്ളപ്പോൾ നമ്മൾ പാല് കാച്ചിയിട്ട് അതിലേക്ക് വേണ്ടിയ കളറിനനുസരിച്ച് കോൺസെൻട്രേറ്റഡ് പിങ്ക് ടീ ഒഴിച്ചു കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഉപ്പിട്ട് ചായ ഉണ്ടാക്കി അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും, ഉപ്പും മധുരവും കൊണ്ടുള്ള കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും, ബേക്കിംഗ് സോഡ ആഡ് ചെയ്തു, അതുപോലെ സ്പൈസസ് ആഡ് ചെയ്തു, ഇതെല്ലാം കൊണ്ടുള്ള ഫ്ലേവർ എങ്ങനെയായിരിക്കും, ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം എന്ന് ഞാൻ പറയുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.